രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പും പൂർത്തിയായിരിക്കുകയാണ്. കേരളത്തിലടക്കം 80 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇനി അക്ഷരാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിന്റെ ചൂട് ഉന്നതിയിലെത്തിക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്. അത് ദക്ഷിണേന്ത്യയിലെ ആന്ധ്രാപ്രദേശാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. മെയ് 13-നാണ് ആന്ധ്ര വിധി എഴുതുന്നത്. ആകെ 175 സീറ്റുകളുള്ള നിയമസഭയിൽ 88 സീറ്റിലധികം നേടി കേവല ഭൂരിപക്ഷം നേടുകയാണ് കോൺഗ്രസ് അടക്കം ഉൾപ്പെടുന്ന 3 മുന്നണിയുടെയും ലക്ഷ്യം. 2019-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് YRS കോൺഗ്രസ് ആണ്. 151 സീറ്റിലാണ് അവർ വിജയിച്ചത്. അതായത് നിയമസഭയിൽ ആകെയുള്ളതിന്റെ 4/3 ഏറെയും MLA-മാർ YRS ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയുടേതാണ്. ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിക്ക് 23 സീറ്റ് മാത്രമാണ് നേടാനായത്. BJP-ക്കും കോൺഗ്രസിനും ആന്ധ്രാപ്രദേശിലെ നിയമസഭയിൽ ഒരു സീറ്റ് പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ സീറോ അക്കൗണ്ടിൽ നിന്നും വേണം കോൺഗ്രസിന് ആന്ധ്രയിൽ ഭരണം പിടിക്കാൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സ്ഥിതി വ്യത്യസ്തമല്ല. 2014-ൽ 25-ൽ 15 സീറ്റുണ്ടായിരുന്ന DTP-ക്ക് 2019-ൽ അത് വെറും 3 കുറഞ്ഞു. 8 സീറ്റിൽ നിന്നും YSR കോൺഗ്രസ് 22 സീറ്റെന്ന വലിയ വിജയത്തിലേക്കാണ് എത്തിയത്. 2014-ൽ 2 സീറ്റുണ്ടായിരുന്ന BJP 2019-ൽ 0-ലേക്കാണ് വീണത്. കോൺഗ്രസിന് 2014-ലും 2019-ലും ഒരു സീറ്റ് പോലും ആന്ധ്രയിൽ നേടാനായിട്ടില്ല. പക്ഷേ ഇന്ന് രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ തെലങ്കാനയിൽ ഭരണം പിടിച്ച കോൺഗ്രസ് സമാന വിജയം ആന്ധ്രയിലും പ്രതീക്ഷിക്കുന്നുണ്ട്. മുന്നിൽ നിന്നും നയിക്കാൻ YS ഷർമിള എന്ന വനിതാ നേതാവ് ഉണ്ടെന്നതാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. 2019-ൽ 0-ലേക്ക് ഒതുങ്ങിയെങ്കിലും ഇത്തവണ BJP ഒറ്റയ്ക്ക് മത്സരിക്കാനാകില്ല എന്ന് തിരിച്ചറിഞ്ഞത് DTP-യോട് സഖ്യം ചേർന്നു കഴിഞ്ഞു. 2019-ൽ രാജ്യസഭയിൽ BJP-യുടെ നിശബ്ദ സഹയാത്രികനായിരുന്നു YSRS കോൺഗ്രസ്. സഖ്യമില്ലാത്ത BJP-ക്ക് ഒപ്പം നീന്തുന്ന ജഗൻ തന്ത്രം ഭാവിയിലും മാറ്റമില്ലാതെ തുടരുമെന്ന് BJP-ക്ക് ഉറപ്പിക്കാൻ എളുപ്പമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സുപ്രധാന ഘട്ടങ്ങളിലെല്ലാം YSR കോൺഗ്രസ് BJP-യോട് ചായ്വ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഒഴികെ ആന്ധ്രയിൽ ആര് ജയിച്ചാലും BJP-ക്ക് ലോട്ടറിയാണെന്നും പറയാം. ലോക്സഭയിൽ DTP 17 സീറ്റിലും BJP 6 സീറ്റിലും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി 2 സീറ്റുകളിലേക്കുമാണ് മത്സരിക്കുന്നത്. നിയമസഭയിലേക്ക് 144 സീറ്റുകളിലേക്ക് DTP മത്സരിക്കുമ്പോൾ 10 സീറ്റുകളിലേക്കാണ് BJP മത്സരിക്കുന്നത്. 21 സീറ്റിൽ JSP മത്സരിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് 2ആയി വിഭജിക്കപ്പെട്ട ശേഷം നടക്കുന്ന രണ്ടാമത്തെ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. 2014 ജൂണിലായിരുന്നു സംസ്ഥാനം ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ 2 സംസ്ഥാനങ്ങളെ വിഭജിച്ചത്. നിലവിൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിലാണ് തെലങ്കാന. ആന്ധ്ര കൂടി പാർട്ടിക്ക് കീഴിലാക്കുക എന്നതാണ് ഷർമിളയെ രംഗത്തിറക്കിയതിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്.